മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡോക്ടർ കരാഡ് അദ്ദേഹം ആണ് മത്സരിച്ചത്. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതൊരു സൂചനയാണ്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, നേരത്തെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് മത്സരഫലം എന്ത് എന്നുള്ളത് തന്റെ വിഷയമല്ല, താൻ മടങ്ങുകയാണ്, മത്സരഫലം എന്തായാലും തനിക്ക് സന്തോഷമാണ് എന്ന് പറയുകയാണ്. പക്ഷേ ഇത് ജനാധിപത്യപരമായ ഒരു പ്രക്രിയ എന്ന തരത്തിലേക്ക് മാത്രമാണ് ഈ വോട്ടെടുപ്പിനെ കാണേണ്ടത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടു എന്നതിന്റെ കൃത്യമായ സൂചനയാണോ നമുക്ക് ലഭിച്ചത്? നമുക്ക് ലഭിക്കുന്നത് അതുതന്നെയാണ്. അതായത് PB വെച്ച CC പാനൽ, ആ പാനലിനെതിരെ മത്സരിച്ചത് കരാഡാണ്. കരാഡ് തോൽക്കുകയും PB വെച്ച പാനൽ, അതായത് ഔദ്യോഗിക പാനൽ വിജയിച്ചു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി CPIM പുറത്തു പറഞ്ഞിട്ടില്ല. അല്പസമയത്തിനകമുള്ള വാർത്താ സമ്മേളനത്തിൽ മാത്രമായിരിക്കും ആ കാര്യം പറയുന്നത്. പക്ഷേ ഏകകണ്ഠമായ തെരഞ്ഞെടുപ്പിന് എതിരെ മത്സരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. അതുപോലെ സീനിയോറിറ്റി പരിഗണിക്കാതെയുള്ള ലിസ്റ്റ് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഭരണഘടനാ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പ്രിസൈഡിയത്തിൻ്റെ അധ്യക്ഷൻ മാണിക് സർക്കാർ അനുമതി നൽകുന്നു. അതിനിടയിൽ പ്രകാശ് കാരാട്ട് PB കോർഡിനേറ്റർ ഏകകണ്ഠമായ തീരുമാനം പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രതിനിധികളെ. പക്ഷേ എന്നാൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമ്മൾ 24 റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ PB വെച്ച പാനൽ അംഗീകരിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നടന്നു എന്നതാണ് സൂചന. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു പുറത്തുവിടൽ CPIMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. PB മുന്നോട്ട് വെച്ച പാനൽ തന്നെ, അതായത് CCയുടെ പാനൽ, ആ CC പാനൽ തന്നെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അംഗീകരിച്ചിരിക്കുന്നു. അല്ലാതെ മത്സരിച്ച ആ പാനലിനെ എതിർത്ത് മത്സരിച്ച ആൾ തോറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് സൂചനകളായി ലഭിക്കുന്നത് ഇപ്പോൾ. അനുജ, അപ്പോൾ ഇതിന്റെ ഫലപ്രഖ്യാപനമൊക്കെ ഉടൻ തന്നെ വന്ന് അടുത്ത നടപടിയിലേക്ക്, അതായത് PB തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. ഇനി അത് കഴിഞ്ഞാകും ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന ഈ PB യോഗം. അപ്പോൾ ആ നടപടിക്രമങ്ങളിലേക്കൊക്കെ ഉടൻ തന്നെ കടക്കുമോ ദീപക്? ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളതുകൊണ്ട്, വോട്ടെടുപ്പ് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് കുറച്ച് നടപടിക്രമങ്ങൾ വൈകി. അതായത് 1 മണിയോടുകൂടി നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാനായിരുന്നു നേരത്തെ പ്രിസൈഡിയം തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ 2:18 ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ, 1.25 മണിക്കൂറിലേറെ വൈകി എന്നുള്ളതല്ലാതെ മറ്റു തീരുമാനങ്ങൾ, അതായത് പാർട്ടി മേൽക്കമ്മിറ്റി PB തീരുമാനിച്ച മറ്റു തീരുമാനങ്ങളെ ഒന്നും തന്നെ ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നാൽ സമീപകാലത്തൊന്നും തന്നെ പാർട്ടി കോൺഗ്രസിൽ, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ്, അതിനു മുമ്പുള്ള വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ്, അതുപോലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ്, ഈ പാർട്ടി കോൺഗ്രസുകളിൽ ഒന്നും തന്നെ വോട്ടെടുപ്പ്, അതായത് ഈ രീതിയിലുള്ള ബാലറ്റ് ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പിലേക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ 3 പേർ സീതാറാം യെച്ചൂരിയെ എതിർത്തു സംസാരിച്ചിരുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഒരു മത്സരത്തിലേക്ക് ഒരാൾ തയ്യാറായിക്കൊണ്ടുള്ളൊരു വോട്ടെടുപ്പിലേക്ക് പോയിട്ടില്ല. പക്ഷേ പാർട്ടി ഭരണഘടന വളരെ കൃത്യമായി പാർട്ടി ഘടകങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പും വോട്ടെടുപ്പും അനുവദിച്ചിട്ടുണ്ട്. ആ നടപടിക്രമത്തിനാണ് മാണി സർക്കാർ അംഗീകാരം നൽകി തുടർന്ന് വോട്ടെടുപ്പിലേക്ക് കടന്നു. ആ വോട്ടെടുപ്പിൻ്റെ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല. പക്ഷേ ലഭിക്കുന്ന വിവരം ഔദ്യോഗിക പാനൽ, അതായത് PB വെച്ച CC പാനൽ പൂർണ്ണമായും വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് ഔദ്യോഗിക പാനൽ, പൊളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ച CC പാനൽ, കേന്ദ്ര കമ്മിറ്റി പാനൽ വിജയിച്ചു എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള നേതാവ്, തൊഴിലാളി നേതാവാണ് ഡോക്ടർ DL കരാഡ്. അദ്ദേഹമാണ് എതിർപ്പിന്റെ ശബ്ദമുയർത്തിക്കൊണ്ടൊരു മത്സരം കാഴ്ചവെക്കാൻ മുന്നോട്ട് വന്നത്. പക്ഷേ അത് എതിർപ്പിന്റെ സ്വരം എന്ന തരത്തിലേക്ക് കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന തരത്തിലേക്ക് മാത്രമേ അതിനെ കണ്ടാൽ മതി എന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഫലമറിയാൻ കാത്തു നിൽക്കുന്നില്ല. എന്ത് തന്നെയായാലും പാർട്ടിക്ക് ഒപ്പം താൻ പ്രവർത്തിക്കും, പാർട്ടിക്ക് വഴങ്ങി തന്നെ പ്രവർത്തിക്കുന്നയാളാണ്. പക്ഷേ ആ തരത്തിലേക്കൊരു മത്സരം അദ്ദേഹം കാഴ്ചവെക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറ്റുന്നതും. അസാധാരണമാണ് ഇത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. പക്ഷേ ഔദ്യോഗിക പാനൽ, അതായത് പൊളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ച CC പാനൽ വിജയിച്ചു എന്ന സൂചന ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി കൂടിയുണ്ട്. ബൽറാം, ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? ഇതിന്റെ വോട്ടെണ്ണലിലേക്ക് കടന്നിട്ടുണ്ടോ? അനുജ, വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മത്സരത്തിന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ച DL കരാഡ് എന്ന മഹാരാഷ്ട്ര CITU സംസ്ഥാന സെക്രട്ടറി, CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗിക പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പോൾ ബ്യൂറോ അംഗങ്ങളുടെ, ഈ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പുതിയ പോൾ ബ്യൂറോ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഔപചാരികമായി തന്നെ ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനവും ഉണ്ടാകും. അത് പൊതുവേദിയിൽ തന്നെയായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. സാധാരണ നിലയിൽ അത്തരത്തിലാണ് പതിവുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, അവസാന നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പട്ടിക, ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം എന്നിവ ഔപചാരികമായി പുറത്തുവരും. അനുജ.
ഔപചാരികമായി തന്നെ അല്പസമയത്തിനകം വിശദാംശങ്ങൾ പുറത്തു വരും. ഇപ്പോൾ വോട്ടെണ്ണൽ അവസാനിച്ചിട്ടുണ്ട് എന്നതാണ്. PB മുന്നോട്ട് വെച്ച CC പാനൽ വിജയിച്ചു. ഡോക്ടർ DL കരാട് എന്ന മഹാരാഷ്ട്ര നാസിക്കിൽ നിന്നുള്ള നേതാവ്, അദ്ദേഹം മത്സരിച്ചു, പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന വിവരമാണ്. അതിപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടിയും ദീപക് ധർമ്മടവും മധുരയിൽ നിന്ന് നൽകുന്നത്. ഒരല്പം നടപടിക്രമങ്ങൾ വൈകിയിട്ടുണ്ട്, കാരണം ഒരു വോട്ടെടുപ്പ് എന്നുള്ളത് അപ്രതീക്ഷിതമായി തന്നെ വന്നതാണ്. ആ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇനി PBയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷമാകും. PB യോഗമാണ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഈ PB യോഗം തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുപ്പ്, അപ്പോൾ എപ്പോഴത്തേക്ക് ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നതിലൊക്കെ നടക്കും ഇനി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ നിലവിലിപ്പോൾ ഈ പാർട്ടിയുടെ ഔദ്യോഗിക പാനലിനെതിരെ ഒരു മത്സരമുണ്ടായി എങ്കിൽ പോലും പാർട്ടിയുടെ ഔദ്യോഗിക പാനൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനിയുള്ളത് വളരെ സമയം കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ്. കാരണം പോളിറ്റ് ബ്യൂറോയുടെ കാര്യത്തിൽ ഏകദേശ ധാരണ നേരത്തെ തന്നെ ആയിട്ടുണ്ട്. ആ അംഗങ്ങളെ ഔപചാരികമായി പ്രഖ്യാപിക്കുക ഈ പാർട്ടി കോൺഗ്രസിൽ, ഒപ്പം തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം, ഇവ രണ്ടും മാത്രമാണ് ബാക്കിയുള്ളത്. അത് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. തുറന്ന വേദിയിൽ, പൊതുവേദിയിൽ വെച്ചായിരിക്കും ഔപചാരികമായ പ്രഖ്യാപനവും. ഒപ്പം തന്നെ പുതിയ ജനറൽ സെക്രട്ടറി, പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി MA ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഔപചാരികമായ പ്രഖ്യാപനം അത് ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം തുറന്ന വേദിയിൽ മാധ്യമങ്ങൾ കാണും, അദ്ദേഹം സംസാരിക്കും. അതിനുശേഷമായിരിക്കും പാർട്ടി കോൺഗ്രസ്, 24ാം പാർട്ടി കോൺഗ്രസ് സമാപിച്ചതായുള്ള ഔപചാരികമായ പ്രഖ്യാപനവും തുടർന്ന് ഇന്നത്തെ പൊതു റാലിയും മാർച്ചും നടക്കുക. അത് 4 മണിക്കോടെയാണ് മാർച്ചും അതിനുശേഷം പിന്നീട് റാലിയും നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പാർട്ടി കോൺഗ്രസിലെ ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം, ഒപ്പം തന്നെ പുതിയ പോൾ ബ്യൂറോയുടെ പ്രഖ്യാപനം എന്നിവ ഔപചാരികമായി പൂർത്തിയാകും. ഇതിലിപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പുതുമുഖങ്ങളുണ്ട്. ഒരു യുവതലമുറ എന്ന തരത്തിലേക്ക് പുതുമുഖങ്ങൾ, ഏതാണ്ട് 30ഓളം പുതുമുഖങ്ങൾ എന്ന റിപ്പോർട്ടൊക്കെ നേരത്തെ പുറത്തു വന്നല്ലോ. അപ്പോൾ ഒരു യുവതലമുറ നയിക്കും എന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കാണാൻ കഴിയില്ലേ ബൽറാം? തീർച്ചയായും അനുജ, 30 പേരാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിരവധി പേർ യുവാക്കളുണ്ട്. ഒപ്പം തന്നെ അനുഭവ പരിചയമുള്ള, കേരളത്തിൽ നിന്നാണെങ്കിൽ TP രാമകൃഷ്ണൻ അടക്കം അനുഭവ പരിചയമുള്ള നേതാക്കളെയും ഇടം പിടിച്ചിരിക്കുന്നു ഈ പട്ടികയിൽ. 3 പേരാണ് കേരളത്തിൽ നിന്നും പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന് TP രാമകൃഷ്ണൻ, മറ്റൊന്ന് പുത്തലത്ത് ദിനേശൻ, മൂന്നാമതായി സലീക എന്നീ 3 പേരുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ യുവാക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നും DYFI ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയായ മീനാക്ഷി മുഖർജിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായി തന്നെ നിരവധി യുവ മുഖങ്ങളെ ബംഗാളിൽ നിന്നും ഈ പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായി തന്നെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇത്തവണ ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 30 പേരാണ് പുതിയതായി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോൾ ബ്യൂറോയിലും പ്രായപരിധി എന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നടപ്പാക്കിയ നിർദ്ദേശം അത് പൂർണ്ണമായും തന്നെ പാലിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ അടക്കമുള്ള എല്ലാവരും തന്നെ പോൾ ബ്യൂറോയിൽ നിന്നും മാറിയിരിക്കുന്നു. പുതിയൊരു പാനൽ, പുതിയ 7 പേരാണ് പോൾ ബ്യൂറോയിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ എടുത്ത തീരുമാനത്തിൻ്റെ തന്നെ പാർട്ടി സംസ്ഥാനത്ത് സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം പാർട്ടിയുടെ ഉന്നതമായ ഘടകത്തിൽ ഉണ്ടാകുന്നത് ഗുണം ചെയ്യുമെന്നും പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ നയങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കാൻ ഇത് സഹായകമാകും എന്നുമുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയെ പ്രായപരിധിയിൽ ഇളവ് നൽകി നിലനിർത്താൻ തീരുമാനിച്ചത്. അതേ സാഹചര്യങ്ങൾ ഇത്തവണയും തുടരുന്നതിനാൽ മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകിയിരിക്കുന്നു. ഒപ്പം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ 2 പേർക്കാണ് ഇളവ്. അത് ഒന്ന് കേരളത്തിൽ നിന്നുള്ള PK ശ്രീമതി ആണ്. PK ശ്രീമതിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് എന്ന പദവിയിൽ തുടരുന്നതിനാൽ ഇളവ് നൽകിയിരിക്കുന്നു. മറ്റൊന്ന് ജമ്മു കശ്മീരിൽ നിന്നുള്ള മുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗമായ യൂസഫ് താരിഖാമിക്കും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അനുജ, അതെ, അതാണ് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ അവസാന നിമിഷം മധുരയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശത്തിൽ എതിർപ്പുന്നയിച്ച് 2 സംസ്ഥാനങ്ങൾ രംഗത്തെത്തുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള തൊഴിലാളി നേതാവ്, നാസിക്കിൽ നിന്നുള്ള ഡോക്ടർ DL കരാട്, അദ്ദേഹം മത്സരിക്കുന്നു CCയിലേക്ക്. നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതൊരു ജനാധിപത്യ പ്രക്രിയ എന്ന തരത്തിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇതിലിപ്പോൾ ഔദ്യോഗിക പാനൽ
നൽകിയ ഔദ്യോഗിക വിഭാഗം നൽകിയ പാനൽ അത് വിജയിച്ചിട്ടുണ്ട്. കരാട് പരാജയപ്പെട്ടു എന്നതിന്റെ സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഔദ്യോഗികമായി എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും.